വല്യപ്പച്ചനും വല്യമ്മച്ചി എന്നെ കൂടുതലും എന്താഗ്രഹവും ആദ്യം ഈശോയോട് ചോദിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പം അത് ഈശോയോട് ചോദിച്ച ശേഷമാണ് ഞാൻ എൻ്റെ പേരൻസിനോട് പിന്നെ ചോദിക്കുന്നത്. ആ സമയത്ത് പേരൻസ് ഇല്ലാത്തത് കൂടെ അല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഫോൺ കോൾ ബന്ധമാണ് ആ സമയം വരെ. അപ്പം അവർ നാട്ടിൽ വരുന്നിടം നമ്മുടെ കൂടെ നിൽക്കാൻ വരുന്നിടം വരെയുള്ള സമയം. അപ്പം അതിന് മുമ്പ് ആദ്യം അതിപ്പോൾ ഫോൺ കിട്ടിയില്ലെങ്കിൽ ചോദിക്കാനും പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ആഗ്രഹം കൂടുതൽ ഈശോയോടാണ് ആദ്യം പറയുന്നത്. എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കണമെന്നുള്ളത് അത് എല്ലാവരും ഓടിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പം ചെറുപ്പം തന്നെ പഠിച്ചിരിക്കാന്നേ ഉള്ളൂ, ഓടിച്ചുകൊണ്ട് നടക്കാനൊന്നുമല്ല, എന്നാലും പഠിക്കണമെന്ന് ആഗ്രഹം. അത് ഞാൻ ആദ്യം തന്നെ ഈശോയോട് സംസാരിക്കുന്നത്, എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഈശോയോട് പറയുകയാണ്. അതിനുശേഷമാണ് ഡ്രൈവിംഗ് പപ്പ നാട്ടിൽ വന്ന സമയത്താണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ചൈനീസ് ആയോധന കലയായ കുങ്ഫു പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് പപ്പയുടെ ഒരു നിർബന്ധ പ്രകാരമാണ് ആദ്യം പോയി തുടങ്ങിയത്. അപ്പോൾ എനിക്കറിയാം എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അതിനോട് നല്ല താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അപ്പം എനിക്ക് ഇതിനോടൊരു സ്നേഹം കൊണ്ടുവരണമെന്നും എനിക്കിത് ചെയ്യാൻ പറ്റണമെന്നും ഞാൻ ഈശോയോട് തന്നെ പറയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടാക്കി തന്നതും പിന്നെ അതിനെ സ്നേഹിച്ചതും ഒരു ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുക്കണം. എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പപ്പയും മമ്മിയൊക്കെ പുറത്തായിരുന്നുകൊണ്ട് പുറത്ത് പോയി പഠിക്കാനും അവിടെ ജോലി ചെയ്യാനും അവിടെയൊക്കെ നല്ല സെറ്റിലായി ജീവിക്കാനൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം കിടക്കുന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ കുങ്ഫു എനിക്കൊരു വ്യത്യസ്തത തോന്നിയതുകൊണ്ട് തന്നെ അതിനെ ഞാൻ സ്നേഹിച്ച് തുടങ്ങി. ബ്ലാക്ക് ബെൽറ്റ് നേടുക എന്നത് എൻ്റെ വലിയൊരു ലക്ഷ്യമായി മാറി. എനിക്ക് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തതും എനിക്ക് അതിനകത്ത് കൂടുതൽ ബലം പകർന്നതും മറ്റാരേക്കാളും ആ ഈശോയുടെ സാന്നിധ്യം തന്നെയാണ്.